ഇത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം 10-100 പ്രോഡക്റ്റ് മാറ്റിവെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ചു വെച്ചു. ഞാൻ ഫൈൻ ഇട്ടു, വീണ്ടും വിട്ടുവീഴ്ച ചെയ്തു. ഇത് 14,000 രൂപ ഫൈൻ അടയ്ക്കാതെ ജോയ്സി ഇനിയും ഇവിടെ ബില്ലടിക്കാം, പക്ഷെ ഫൈൻ 14,000 രൂപ അടച്ചോളാം, സാലറിയിൽ നിന്ന് എന്റെ 14,000 രൂപ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒപ്പിടാതെ നാളെ മുതൽ ജോയ്സിയുടെ ഒരു ബില്ലും അടിച്ചേക്കത്. റിസൈൻ ചെയ്തോ. നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒലിവിയ ഡിസൈൻസ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പറന്ന് വൈറലായി നടക്കുകയാണ് സ്ഥാപനം. അപ്പോൾ അച്ചു, ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണർ അച്ചു ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോപണങ്ങൾക്ക് മറുപടി ആയിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ശ്രീമതി അച്ചു ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കണ്ടിരിക്കുന്നവർക്ക് ആദ്യം ഒരു എന്താ പറയുക, ബഹുമതിയൊക്കെ കൊടുക്കേണ്ടി വരും. വേറെ ഒന്നല്ല, അഹങ്കാരം, പണം ഉണ്ടെന്നുള്ള അഹങ്കാരം നിറഞ്ഞ ടോക്ക്. അല്ലാതെ അതിനൊരു മറുപടിയായിട്ടൊന്നും നമുക്കൊന്ന് കാണാൻ സാധിക്കില്ല. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം. അല്ലാതെ നമ്മളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിനെ അഹങ്കാരം നിറഞ്ഞ വീഡിയോ എന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് എവിടെ നിന്നാണ് തുടക്കം? ഇറ്റ്സ് മീ കൺമണി ഒഫീഷ്യൽ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് ഈ ഒരു പ്രശ്നത്തിന് തിരിതെളിയുന്നത്. കൺമണി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാണ്. ഒലിവിയ ഡിസൈൻസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതാണ് കൺമണി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമൻറ്റ്, നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാം നെഗറ്റീവ് കമൻറ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അച്ചു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺമണി അത് നെഗറ്റീവ് കമൻസുകൾ മാത്രം ഹോൾഡ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് കമൻസൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നാണ് അച്ചു പറയുന്നത്. അവിശ്വസനീയമായ കാര്യം തന്നെയാണ്. കാരണം ആ ഒരു കുട്ടിക്ക് ഈ ഒരു സ്ഥാപനത്തിനോട് എന്താ പറയുക, വൈരാഗ്യം തോന്നേണ്ട ഒരു കാര്യമില്ല. ആ കുട്ടി അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാളെന്നല്ല, കുറച്ച് ദിവസങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അച്ചു പറയുന്നത് പോസിറ്റീവ് കമൻസ് ഡിലീറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻസുകൾ മാത്രം ഹോൾഡ് ചെയ്ത് ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊക്കെയാണെന്നാണ് നമ്മുടെ ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണർ അച്ചു പറയുന്നത്. ചിന്തിച്ചാൽ മനസ്സിലാവും, ആ കുട്ടിക്ക് ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്ത് ഒരു സ്ഥാപനം പൂട്ടിക്കേണ്ട ഒരു വൈരാഗ്യമില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഒലിവിയ ഡിസൈൻസിൻ്റെ ഓണർ അച്ചു ഒരു കോൾ റെക്കോർഡ് പുറത്തുവിടുകയാണ്. എന്താണ്, നമ്മുടെ കൺമണിയെ ഈ ഒലിവിയ ഡിസൈൻസിലൊരു സ്റ്റാഫ് വിളിക്കുന്ന ഒരു കോൾ റെക്കോർഡ് പുറത്തുവിടുകയാണ്. ആ കോൾ റെക്കോർഡ് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എന്തായാലും ആ കോൾ റെക്കോർഡ് നിങ്ങളൊന്ന് കേട്ട് നോക്ക്. ഇപ്പൊ എന്താ പറ്റി, പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ എന്താ പറ്റിയേ? ഇല്ല, ഞാൻ അങ്ങനെ വേറെ ഒന്നും വെച്ചോണ്ടിട്ടല്ലോ. എന്റെ മനസ്സിലൊന്നുമില്ല. ഞാൻ ജസ്റ്റ് എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടൊന്നും ഇട്ടന്നേ ഉള്ളൂ. അതിനകത്തല്ലേ എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് പറയാൻ നിങ്ങളുടെ കമന്റ്സ് കേട്ടിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ എന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ കേട്ടത്. അവൾക്ക് എന്താണ് ഇത്ര പറയുക? നമ്മുടെ ഇവിടെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ പോലെ നല്ല രീതിക്കാണല്ലോ ഇതാക്കിയത്. അതെ, അപ്പൊ നമുക്ക് ആ രീതിയിൽ വേണമെങ്കിൽ സംസാരിക്കാലോ. വിചാരിക്കുന്ന പോലെ അല്ല. അതെ അതെ, ആ ഒരു രീതിയിലാണ് ഞാൻ ഇട്ടത്. ഓക്കെ. ഇയാളിപ്പോ ആവശ്യമില്ലാത്തതിനൊന്നും പോകാൻ നിക്കല്ലേ കേട്ടോ. ഇയാളോട് അത്രയും സ്നേഹം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. കാരണം ഇവിടെ ഒത്തിരി അവര് ഇപ്പൊ ഷോപ്പ് എന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടെ ആണെങ്കിലും പിടിപാടുള്ളവർ ഏത് രീതിക്ക് വേണേലും പോകും. അപ്പൊ അതുകൊണ്ട് ഇയാളോട് എനിക്ക് സ്നേഹം ഉള്ളത് കൊണ്ടും അതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ കേട്ടത്. ഇപ്പൊ നിങ്ങൾ ഇട്ടിട്ട് എത്ര ദിവസം എനിക്കറിയില്ല. എനിക്ക് ആ ഒരു പരിചയം കൊണ്ട് ഇപ്പൊ വരുന്നത് എന്താ നിർത്തിയെന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം നിങ്ങൾ വിളിച്ചും പറഞ്ഞിട്ടില്ല. നമുക്കിവിടെ എന്താ പെട്ടെന്ന് നിർത്തിയത് എന്തുവാ? ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് നേരത്തെ പോണെങ്കിൽ പൊക്കോ, നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് അറിയത്തില്ല, പൊക്കോളാൻ പറഞ്ഞതല്ലേ. ബസ്സിന് പൈസ ഇല്ലെങ്കിൽ പോലും ഇവിടുന്ന് മേടിച്ചിട്ട് പോകാനല്ലേ. പിന്നെ നിങ്ങളോട് വിളിച്ചു പറയാൻ ആരുടെയും നമ്പരില്ല. നിങ്ങളുടെ ആരുടെയും നമ്പർ ഞങ്ങൾ വാങ്ങിച്ചിട്ടും ഇല്ലായിരുന്നല്ലോ. നിർത്തുന്നുള്ള രീതി വന്നതും അല്ലല്ലോ. ഇയാൾക്ക് ഇഷ്ടക്കുറവില്ലാഞ്ഞത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്ന് ഫീൽ ചെയ്തിട്ട് പോയി വേറെ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന്? എന്റെയും അല്ല, വേറെ ആരുടെയെങ്കിലും ഭാഗത്ത് ഇല്ല, അങ്ങനൊന്നും ഇല്ല.
അല്ല ഇനി പേപ്പർ എഴുതിച്ച് അല്ല പേപ്പർ എഴുതിന്ന് പറഞ്ഞത് കൊണ്ടാണോ? കാരണം അതല്ലടാ അന്ന് ഞാൻ നിങ്ങളെല്ലാരും കൂടി ഇരുത്തി സംസാരിച്ചപ്പോ അവള് പറഞ്ഞില്ലേ ഞങ്ങളിനി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിലല്ലേ ഇനി അത് കേൾക്കേണ്ടത് എന്താണെന്ന് അവിടെ അത് പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചത് അവിടെ തലേന്നും താമസിച്ചത് ഇതുപോലെ വീട്ടിൽ പറഞ്ഞു പോകണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ നമ്മള് ഇതിന് നിർബന്ധം പിടിച്ച് ഞങ്ങൾ അങ്ങ് വന്നതായിരുന്നു. ആ ഒരു ഡിഫറല്ല, ഞങ്ങൾ നിർത്തണം എന്ന് വിചാരിച്ചൊന്നും ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതല്ല. അപ്പൊ എന്റെ ഭാഗത്തുനിന്ന് ഇവിടുന്ന് സ്റ്റാഫുകളുടെ ഭാഗത്തുനിന്ന് ഒന്നും നിങ്ങളെ ഒന്നും പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടു. പക്ഷെ ഒന്നും ഇത് നമ്മളോട് നിങ്ങൾ നിന്ന് അത്രയും ദിവസം സ്നേഹമായിട്ട് തന്നെയല്ലേ, അതൊന്നും ഞങ്ങൾ മറക്കത്തില്ലേ. ഓക്കെ, അത് അറിയാൻ വേണ്ടി എനിക്ക് ഇയാളോട് കേട്ടത് ഞാൻ വിളിച്ചതാട്ടോ. എനിക്ക് മനസ്സിലായി. എന്തേലും ആവശ്യമില്ലാത്ത രീതിയിൽ ഇതായിട്ട് പോയി കഴിഞ്ഞാൽ അത് കേസായിട്ടാകുമ്പോ അറിയാലോ ഇയാൾക്ക് ഒരു സ്ഥാപനത്തിന്. എനിക്കറിയാം. പിന്നെ നമുക്ക് അവരോടും നമുക്ക് അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരുടെ അടുത്തൊന്നും നിൽക്കാനുള്ള ഇതില്ല. ഓക്കെ ഞാൻ അറിഞ്ഞത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വിളിച്ചതേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. പെട്ടെന്ന് ജെനി നിങ്ങളുടെ വീഡിയോ കാണുന്നു, അപ്പൊ നോട്ടിഫിക്കേഷൻ പോലെ വന്നപ്പോ പെട്ടെന്ന് എന്നെ വിളിച്ച് ചേച്ചി ഇത് നോക്കെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മാറി നിന്ന് ഇയാളെ വിളിച്ചത്. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, വേറെ ആവശ്യമില്ലാത്ത നിക്കല്ല, അത് സ്നേഹം കൊണ്ട് പറയുന്ന വേറെ ഒന്നും പറഞ്ഞല്ല. ഓക്കെ ശരി. അപ്പോൾ ഈ ഒരു കോൾ റെക്കോർഡ് നിങ്ങൾ കേട്ടല്ലോ. ഈ റെക്കോർഡിൽ ആ സ്ത്രീ പറയുന്നുണ്ട്, മോളെ വേണ്ടാത്ത പ്രശ്നങ്ങൾക്കൊന്നും പോവണ്ട, അവർ എന്തിനും മടിക്കാത്ത ആൾക്കാരാണ്, എന്തും ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്, പണമുള്ള ആൾക്കാരാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സ്ത്രീ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ, നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കണ്ടപ്പോൾ മോളെ മാറി നിന്ന് വിളിക്കുകയാണ്, ആരും കേൾക്കാതെ. ഇപ്പം ആരും കേട്ടില്ല. പ്രൈവറ്റ് ടോക്ക് എന്തിനു വേണ്ടി റെക്കോർഡ് ചെയ്തു, പ്രൈവറ്റ് ടോക്ക് എന്തിനു വേണ്ടി റെക്കോർഡ് ചെയ്തു എന്നുള്ളത് ആ വിളിച്ച സ്ത്രീ പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്തായാലും ചോറ് തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് ശ്രീമതി അച്ചു അതേപോലെ തന്നെ അച്ചുവിൻ്റെ ഭർത്താവും ചേർന്ന് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കോൾ റെക്കോർഡാണെന്നുള്ളത്. അതിപ്പോൾ വേറെ വലിയ എന്താ പറയുക ജീനിയസ് ആവണമെന്നൊന്നുമില്ല, ഇത് ആർക്കായാലും മനസ്സിലാവുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് കുട്ടി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോടോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനോടോ ഒന്നും വൈരാഗ്യമില്ല, 2-3 ദിവസം അവിടെ വർക്ക് ചെയ്തു, സമയത്തിൻ്റെ പ്രശ്നം കാരണം ആ കുട്ടി അവിടെ നിർത്തി. അതേപോലെ തന്നെ കൺമണി വേറൊരു കാര്യം പറയുന്നുണ്ട്. കൺമണിയുടെ അച്ഛനും ചേട്ടനും പറഞ്ഞു, ബ്രദറും പറഞ്ഞു ഈ ഒരു സ്ഥാപനത്തിലാണ് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞു വേണ്ടാന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ വന്ന് മുട്ടി നിൽക്കുന്നത് ഒലിവിയ ഡിസൈൻസിൻ്റെ വാതിക്കെ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെയാണ് ചെക്കിൻ്റെ ഒരു വിഷയം. അച്ചു ഈ ഒരു ആരോപണ മറുപടി വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ അത്രയും പൈസ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ കൊടുക്കും 1 ലക്ഷം രൂപയോളം എന്നൊക്കെ പാരിതോഷികം കൊടുക്കുമെന്നൊക്കെയാണ് അച്ചു പറഞ്ഞിട്ടുള്ളത്. എന്നാലും അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആരെങ്കിലും ഒക്കെ സമീപിച്ചിട്ട് നിങ്ങൾ എൻ്റെ ഓഫീസിലെത്തുക, ഒരു മാസം എനിക്ക് 40,000 രൂപ അവരുടെ വർക്ക് ചെയ്തിട്ട് അവർക്ക് ആ 40,000 രൂപ ഒരു മാസം കൊണ്ട് വർക്ക് ചെയ്ത് കിട്ടത്തില്ല എന്ന് നിങ്ങൾ തെളിയിച്ച് തന്നാൽ, പ്രൂഫോട് കൂടി തെളിയിച്ച് അവരെയും കൊണ്ട് തെളിയിപ്പിച്ച് തന്നാൽ ഓരോ വ്യക്തികൾക്കും ഞാൻ 1 ലക്ഷം രൂപ വീതം വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഹങ്കാരം, കാശിൻ്റെ അഹങ്കാരം. അതും എന്താ പറയുക, ബൈബിളിൽ തൊട്ടൊക്കെയാണ് പറയണത് 1 ലക്ഷം രൂപയോളം കൊടുക്കും എന്നൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ കുറച്ചു എന്താ പറയുക കമ്മീഷൻ സ്ലിപ്പിൻ്റെ കുറച്ച് കോപ്പീസ് ഞാൻ എന്തായാലും ഇവിടെ കാണിച്ചു തരാം. ഈ ഒരു സ്ലിപ്പിൽ എവിടെയെങ്കിലും 15,000 രൂപയ്ക്ക് മേലെ കമ്മീഷൻ കൊടുത്തതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷേ ഇവർ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻ്റ് എന്താണ്? 40,000 ഉറപ്പല്ലേ, 25,000 ഉറപ്പല്ലേ എന്നൊക്കെയാണ് ഇവർ അഡ്വർടൈസ്മെൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇവരുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്നത് ഇൻ്റർവ്യൂവിന്. ഇത് വ്യക്തമായിട്ട് ഇവർക്ക് പറയാം, കമ്മീഷൻ ബേസിലാണ് ഇവിടെ പരിപാടി നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തിരക്കൊന്നും ഇവരുടെ സ്ഥാപനത്തിലുണ്ടാവില്ല, ഇത്രയും ഇൻ്റർവ്യൂസിന് ആളുകൾ വരില്ല.
ഇത് സാലറി എന്ന് കേൾക്കുമ്പോൾ ഫിക്സഡ് സാലറി, നമ്മൾ സാലറി എന്ന് പറയുമ്പോൾ ഫിക്സഡ് ഒരു എമൗണ്ട് ആണത്. ആ എമൗണ്ട് എന്ത് വന്നാലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പലരും അവിടെ വരുന്നത്. പക്ഷേ അവിടെ വന്നു കഴിയുമ്പോഴാണ് ഇവരുടെ വിധം അല്ലെങ്കിൽ ഇവർ തനി സ്വരൂപം പുറത്ത് പറയുന്നത്. ഇവിടെ കമ്മീഷനാണ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഇപ്പം പറഞ്ഞില്ലേ, ചില ആൾക്കാർക്ക് ചിലപ്പോൾ 20,000 30,000 ഏൺ ചെയ്യാൻ കഴിയുന്നവരുണ്ടാവാം, പക്ഷെ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ സാലറി എന്നുള്ളത് വാക്ക് തെറ്റാണ്. കമ്മീഷൻ ബേസിസിൽ, അതേപോലെ തന്നെ സ്റ്റാഫ് എന്നല്ല പറയേണ്ടത്, കമ്മീഷൻ ഏജൻറ്റ് എന്ന് പറയണം. ഇവർ ആഡിലൊക്കെ സ്റ്റാഫ്. അതേപോലെ തന്നെ ഹോസ്റ്റൽ ഫ്രീ, ഫുഡ് ഫ്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അച്ചു പറയുന്നത് ഫുഡ് ഫ്രീ എന്ന് പറയുന്ന വീഡിയോ ഞാൻ കുറേ നാൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള കാര്യമാണെന്നൊക്കെയാണ് അച്ചു പറയുന്നത്. എന്നാൽ അത് ചെയ്തിട്ടുള്ളത് ഈ വർഷം 2024 ജനുവരിയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതങ്ങനെ പണ്ടാവുന്നത് ഏകദേശം ഒരു 5-6 മാസം. ഈ 6 മാസത്തിനുള്ളിൽ അത്രയ്ക്ക് വലിയൊരു ഡിഫറൻസ് വന്നോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ചെക്കിൻ്റെ ഇഷ്യൂ. ചെക്കിൻ്റെ ഇഷ്യൂവിൽ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അനുഭവം പങ്കുവയ്ക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറയുന്നത് എന്താണ്, ചിലപ്പോൾ 30,000 രൂപയുടെയൊക്കെ ചെക്ക് തരും. ആ ചെക്കിൽ 30,000 രൂപ 40,000 രൂപയൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ അത് 1, 2, 3 പേരുടെ കാശായിരിക്കും അവരൊറ്റ ചെക്കിൽ എഴുതുന്നതെന്നാണ് ഈ കുട്ടി പറയുന്നത്. ആ കുട്ടി ഏകദേശം 3 വർഷമോ 2 വർഷമൊക്കെ മുമ്പെങ്ങാണ്ടും അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു അനുഭവം നമുക്കൊന്ന് കേട്ട് നോക്കാം. 25,000 മേടിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ഷോപ്പ് കസ്റ്റമേഴ്സ് അതേപോലെ റെഗുലർ കസ്റ്റമേഴ്സ് എല്ലാവരും കൂടെ ഉള്ളത് ചിലപ്പോൾ 25,000 ഒക്കെ കിട്ടും. പിന്നെ ഈ ചെക്കിനകത്ത് 80,000 40,000 എന്നൊക്കെ എഴുതി കാണിക്കുന്നത് എന്താണെന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേർ അല്ലെങ്കിൽ 3 പേരുടെ സാലറി ഒരുമിച്ച് ഒരാളുടെ പേരിൽ എഴുതിയിട്ട് അവർ പോയി മാറി എടുത്തിട്ട് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് ആ സാലറി. ഇപ്പം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സാലറിയുടെ കാര്യത്തിൽ ഒരു ചെക്കൊക്കെ പ്രൂഫ് കാണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതെന്താ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടിയാണ്, ആ ചെക്കിൽ 4 പേരുടെ സാലറി ഒരുമിച്ചായിരിക്കും. ആ സാലറി അവർ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഡിവൈഡ് ചെയ്ത് കറക്റ്റ് എമൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ, അത് ആ ഒരു കുട്ടിയുടെ അനുഭവം ആ കുട്ടി നമ്മളായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് മറ്റ് 2 പേരെ ചേർക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ 10,000 രൂപ 5,000 രൂപ എങ്ങാനും ഫൈൻ. ഇതൊക്കെ കേട്ടുകേൾവില്ലാത്ത ഓരോരോ കാര്യങ്ങളൊക്കെയാണ്. ഇത് നോണയാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ CB എന്ന് പറയുന്ന അതിൻ്റെ സാറിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വന്ന് ആകെ നാറിയതാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് വല്ല എന്താ പറയുക MLM വല്ലതും ആണോ? ഒരാളുടെ കീഴിൽ 2 ആൾ, 2 ആളുടെ കീഴിൽ 4 ആൾ, 4 ആളുടെ കീഴിൽ 6 ആൾ എന്നൊക്കെ പറഞ്ഞ മറ്റേ പരിപാടി അതല്ലോണോ? ഒരാൾ 2 ആളെ ചേർക്കണം. ഇതെന്തുവാടേ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെന്ത് ഉദ്ദേശിക്കണേന്ന്. ഒരാൾ 2 ആളെ ചേർക്കണം, പ്രാരാബ്ദം തീർക്കാനാണ്. ഇത് വല്ല ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ചാരിറ്റി ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോ ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കര നിഗൂഢതയാണ് എല്ലാത്തിനും ഒരു പുകമയാണ് സംഭവം. ഇപ്പോൾ അൽത്താഫ് വ്ലോഗ്സിൽ അൽത്താഫ് പോയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ ഫൈനുണ്ടോ എന്നൊക്കെ അൽത്താഫ് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ലിപ്സ്റ്റിക് ഇടാണ്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ഫൈനൊന്നുമില്ല. അതേപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ, ഒരാൾ 2 പേരെ ചേർത്തില്ലെങ്കിൽ ഫൈനുണ്ടോ എന്ന് അൽത്താഫ് ഇവരോട് ചോദിക്കുമ്പോൾ എന്താ പറയുക, തകിടം മറിയാണ് ഇവരിടന്ന്. പിന്നെ അതേപോലെ തന്നെ 5,000 രൂപ ഫൈൻ. അതൊക്കെ എന്തുവാടേ ഇതൊക്കെ അവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഒരു വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അടുത്ത് നമ്മുടെ അച്ചുമേടം നിന്നിട്ട് കഥകളി കാണിക്കുന്നുള്ള കാര്യം, കണ്ണുകൊണ്ട് കഥകളി കാണിക്കുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തന്നെ ഇപ്പോൾ ജോയ്സ് എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോൾ വീഡിയോസിലൂടെ ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി കൂടിയാണ്, അവരുടെ സ്റ്റാഫിൽ ഒരാളാണ്. ആ പെൺകുട്ടിയോടാണ് അൽത്താഫ് ചോദിക്കുന്നത് ഈ ഒരു ഇഷ്യൂ. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ലിപ്സ്റ്റിക് ഇടാത്തതിന് എത്ര രൂപ ഫൈൻ മേടിക്കുന്നത്? അപ്പൊ ഇവിടുത്തെ സാറിന്റെ വോയിസിൽ ഇങ്ങനെ വന്നു, നിങ്ങൾക്ക് ഞാൻ ജോലി തന്നു, നിങ്ങൾ 2 പേരെ കൂടെ കൊണ്ടുവന്നില്ലെങ്കിൽ 5,000 വെച്ച് 2 പേർക്ക് 10,000 രൂപ ഫൈൻ മേടിക്കുമെന്ന് ഞങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. സാർ ഉദ്ദേശിച്ചത് ആ 2 പിള്ളേർ കൂടെ നല്ല ജീവിതം കിട്ടട്ടെ, നല്ല സാലറിയിൽ അവരുടെ കുടുംബം രക്ഷപ്പെടട്ടെ എന്ന് ഓർത്താണ് സാർ അത് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നില്ല. അത് അവരുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സാർ പറഞ്ഞത്. അല്ലാതെ ഇന്ന് വരെ ഫൈൻ ആ വോയിസ് സാറിന്റെ തന്നെ ആയിരുന്നു.
സാറിന്റെ വോയിസ് തന്നെയായിരുന്നു അത്. അല്ലേ, ഇന്റർഫിയർ ചെയ്യല്ലേ കേട്ടോ. അപ്പൊ 2 കുട്ടികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നില്ലേ 5000 വെച്ച് ഫൈൻ മേടിക്കും. നമ്മളൊരു വോയിസ് ക്ലിപ്പ് കേൾക്കാനിടയുണ്ടായി. സാറ് പറയുന്നത് അതായത് ഇവിടുത്തെ ഓരോ കുട്ടികളും ഒരാൾ 2 പേരെ കൊണ്ടുവരണം, അവർക്കൊരു ജീവിതം കൊടുക്കണമെന്നുള്ള രീതി, ഇല്ലെങ്കിൽ ഫൈൻ ഈടാക്കുമെന്ന് വരെ പറയുന്നുണ്ട്. ഫൈൻ ഈടാക്കുമെന്നൊന്നും സാറ് പറഞ്ഞില്ല, വോയിസ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ സാർ ഇവിടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടില്ല, ഇവിടെയുള്ള കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം 2 പേരെയും കൊണ്ടുപോകും, അവർക്കൊരു ജീവിതം കൊടുക്കട്ടെ, അത്രയും നല്ലത്. അല്ലാതെ സാറ് ഫോഴ്സ് ചെയ്തില്ല, നിങ്ങൾ 2 പേരെ കൊണ്ടുപോകുക അല്ലെ 4 പേരെ കൊണ്ടുപോകുക, അവർക്ക് അല്ലെ കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈൻ കൊടുക്കുമെന്ന് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. സാർ കൊണ്ടുവന്നില്ലെങ്കിൽ ഫൈൻ കൊടുക്കുമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ? പറഞ്ഞിട്ടില്ല എന്നാ ഞാൻ പറയുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണോ? അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ സാർ പറയുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കണ്ടല്ലോ, നമ്മുടെ അൽത്താഫ് ചെയ്ത വ്ളോഗിലെ 2ാം ഭാഗമാണത്. ഇതിനകത്തുള്ള ഒരു പോർഷനാണിത്, സ്റ്റാഫുമായിട്ടുള്ള കോൺവെർസേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഈ ജോയ്സി എന്ന് പറയുന്ന പെൺകുട്ടി, ഈ പെൺകുട്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ വളരെ വ്യക്തമായി കേട്ടാണ്. ഏകദേശം ഒരു 10,000 രൂപ ഫൈൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുതലാളി പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ക്ലിപ്പ്. എന്തായാലും ആ വോയിസ് ക്ലിപ്പ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കത്തില്ല. കഴിഞ്ഞ ദിവസം 10,100 പ്രോഡക്റ്റ് മാറ്റി വെച്ചു, ദിവസങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ചു വെച്ചു, ഞാൻ ഫൈൻ ഇട്ടു, വീണ്ടും വിട്ടുവീഴ്ച ചെയ്തു. ഇത് 14,000 രൂപ ഫൈൻ അടയ്ക്കാതെ ജോയ്സി ഇനിയും ഇവിടെ ബില്ലടിക്കാം, പക്ഷെ ഫൈൻ 10,000 രൂപ അടച്ചോളാം, സാലറിയിൽ നിന്ന് എന്റെ 10,000 രൂപ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒപ്പിടാതെ നാളെ മുതൽ ജോയ്സിയുടെ ഒരു ബില്ലും അടിച്ചേക്കത്. റിസൈൻ ചെയ്തോ, 6 ദിവസം കഴിഞ്ഞ് ക്യാഷും തരാം, 6 ദിവസം കഴിഞ്ഞ് മൊബൈലും തിരിച്ച് വാങ്ങിച്ചോ. 10,000 രൂപ ഫൈൻ, 10,000 രൂപ. എന്റെ കസ്റ്റമറെ ഇൻസൾട്ട് ചെയ്താൽ ഏതവളായാലും എന്റെ സ്ഥാപനത്തെ വെച്ച് ഉറപ്പിക്കത്തില്ല. മിനിമം 10,000 രൂപ ഫൈനാണ്. എന്റെ കസ്റ്റമർ, എന്റെ കിങ് ആണ് എന്റെ കസ്റ്റമർ, എന്റെ അന്നമാണ് കസ്റ്റമർ. എവിടുന്നൊക്കെ വന്ന നീയൊക്കെ എന്റെ കസ്റ്റമറെ ഫാൾട്ടാക്കിയാൽ ഒരു രീതിയിലും അംഗീകരിക്കത്തില്ല, അംഗീകരിക്കാൻ പോകുന്നില്ല. ജോയ്സി ബില്ലടിക്കണമെങ്കിൽ 10,000 രൂപ എന്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാതെ ഇവിടെ നാളെ മുതൽ ജോയ്സിക്ക് ബില്ലടിക്കാൻ പാടില്ല. റിസൈൻ ചെയ്തെങ്കിൽ ജോയ്സിന് റിസൈൻ ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. 6 ദിവസം കൊണ്ട് ബാക്കി ക്യാഷും തരും, മൊബൈലും തിരിച്ചു തരും. ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ പറ്റൂ. നാളെ തൊട്ട് ഇത് കണ്ടീഷൻ അംഗീകരിക്കാതെ ജോയ്സിനെ ബില്ലടിക്കാൻ പാടുള്ളതല്ല. ഒരു റീസണുമായിട്ട് എൻ്റെ അടുത്ത് വരരുത്. ഇത് എൻ്റെ കസ്റ്റമറെ ബാധിക്കുന്നതാണ്. എൻ്റെ കസ്റ്റമർക്ക് തൊന്നാൽ ഏതവളായാലും ഒരു വിട്ടുവീഴ്ച ഇന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പിൽ കേട്ട പോലത്തെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ജോയ്സിയൊക്കെ ഇതേപോലെ എന്താ പറയുക, പുറത്ത് പറയാത്ത എന്തുകൊണ്ടാണ്? അതിനൊക്കെ ഒരു വലിയ ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ കുട്ടികളൊന്നും പുറത്ത് പറയാത്തത്? ഐ തിങ്ക് ജോയ്സി എന്ന് പറയുന്ന ഒരു സീനിയറായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. പല വീഡിയോസിലും ഈ കുട്ടിയെ പൊക്കി പിടിച്ചുകൊണ്ടാണ് ഈ അച്ചു എന്ന് പറയുന്ന ഇതിൻ്റെ ഓണർ നടക്കുന്നത്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ആ കുട്ടിയൊന്നും മിണ്ടാത്തത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അൽത്താഫിൻ്റെ വ്ളോഗിൽ അൽത്താഫ് ഈ സ്റ്റാഫുമായിട്ടുള്ള കോൺവെർസേഷനിൽ തന്നെ ഇവരുടെ കണ്ണുകൊണ്ടുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൽ കുറച്ചൊക്കെ എന്താ പറയുക അഭിനയം തന്നെയാണെന്നുള്ളത്. എന്തായാലും കുറേ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മുടെ അച്ചു വീഡിയോസിലൂടെ. അൽത്താഫിൻ്റെ വീഡിയോസിലൂടെയും കുറേ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്, ഈ ഒരു വീഡിയോസിലൂടെയും കുറേ വെളുപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ കണ്ടിരിക്കുന്നവർ അതേപോലെ തന്നെ വോയിസുകളൊക്കെ കേട്ടിട്ടുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരു അഭിനയമാണെന്നുള്ളത് മനസ്സിലാവും. ഇവരുടെ തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. എന്തായാലും ഇവർ പറയുന്നത് വേറൊന്നുമല്ല, ഇവരെ ഇപ്പോഴത്തെ ഈ ഓൺലൈൻ പരിപാടി അത് നിർത്തിയിട്ട് വെബ്സൈറ്റ് പരിപാടിയാക്കാനാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്താകുമോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും അച്ചുവിൻ്റെ വീഡിയോ അതൊരു അൺസൈക്കബിൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്.